ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഓക്കെ കൺമണി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് രാവിലെ എണീറ്റിട്ട് പണികളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ രാത്രിയാകുമ്പോൾ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കറിയൊക്കെ രാത്രി തന്നെ വെച്ച കാരണം ഇന്ന് രാവിലെ എനിക്ക് പ്രത്യേകിച്ച് പണി ഉണ്ടായിരുന്നില്ല. റീനമ്മ ചോറും അതുപോലെ തന്നെ നമുക്ക് ചായക്ക് പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അമ്മ ഇപ്പോൾ പണിക്ക് പോയി. അപ്പം ഇന്ന് രാവിലെ എനിക്കപ്പോൾ തന്നെ എനിക്ക് തുടങ്ങി എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ക്ലീനിങ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒന്ന് സോക്കേഴ്സും ഫുള്ളൊന്ന് പൊടി തട്ടി കുറേ ആയി ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഒരു വ്ളോഗ് എടുക്കാമെന്ന് വെച്ച്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദർശമായിട്ട് ഇപ്പം അമ്മേനെ കൊണ്ടാക്കാൻ പോയേക്കാട്ടോ. അമ്മയ്ക്ക് പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ചെറുപ്പയിൽ ഇറക്കി കൊടുക്കാൻ പോയേക്കാണ്. ഇനി എൻ്റെ ഈ കോലം കണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. ഓൾറെഡി ഞാൻ ഈ വീഡിയോ വീട്ടിൽ നിന്നിട്ട് വീഡിയോ എടുക്കണ വെച്ചാൽ ഞാൻ എൻ്റെ ഈ കോലത്തിലാണ് ഞാൻ നിൽക്കാറ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ എന്താ വിഷുവൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എന്താ കുറച്ചൊക്കെ പിന്നെ ഫ്രീ ആവണിലേക്ക് ജസ്റ്റ് പിന്നെന്താ വിഷുവൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആവാന്നൊക്കെ വെച്ചാലും എനിക്ക് ഒരു സമയവും കിട്ടുന്നില്ല ഗൈസ്. കാരണം പ്രത്യേകിച്ച് ഞാൻ പണിക്ക് പോകണില്ല, എന്തെങ്കിലും പഠിക്കാൻ പോകുന്നില്ല, ഒന്നുമില്ല. പക്ഷെ നമുക്ക് നിന്ന് തിരിയാനുള്ള സമയം കിട്ടാറില്ല. അതാണ് സത്യാവസ്ഥ. കാരണം രാവിലെ എനിക്ക് വീട്ടിലത്തെ ഓരോ പണികളൊക്കെ കഴിച്ച് ജിമ്മിൽ പോണത് നമ്മളൊരു 10 മണി 10:30 ഉള്ളിൽ നമ്മൾ ജിമ്മിൽ പോകും. അത് കാരണം രാവിലെ ആകുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ലാവിഷായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് വർക്കൗട്ട് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലത്തെ ബാച്ചാണ് ഞാനും ആദർശാനും ചൂസ് ചെയ്തേക്കണേ. അങ്ങനെ ജിമ്മിൽ പോയിട്ട് ഇങ്ങോട്ട് എത്തുമ്പോൾ ഏതാണ്ട് 1 മണിയാവും. 1 മണിക്ക് വന്നു കഴിഞ്ഞാൽ വെച്ചാലും ഇവിടുന്ന് ചായ കുടിച്ചിട്ടൊക്കെ ജിമ്മിൽ പോകുമ്പോൾ ഓട്ടപ്പാച്ചിലാവുമല്ലോ. അപ്പോൾ പാത്രങ്ങളൊക്കെ അവിടെ സിങ്കിൽ ഇട്ടുണ്ടാവും, ചായ കുടിച്ച പാത്രങ്ങൾ കേട്ടോ. അങ്ങനെ വന്ന് അതൊക്കെ കഴുകി വെച്ച് ചില സമയത്ത് കറി വെക്കാണ്ടാവും. അതൊക്കെ പരക്കം ഞങ്ങൾക്ക് കഴുകി വെച്ച് പിന്നെ ജിമ്മിൽ പോയി വന്നു ടോട്ടലി എന്താ പറയാ ക്ഷീണം എന്ന് വെച്ചാൽ ഒടുക്കത്തെ ക്ഷീണാവും കേട്ടോ. കുറെ നേരം ഞാൻ കിടക്കും, കുളിച്ച് കിടക്കൂട്ടാ. കുറെ നേരം ഒന്നും കിടക്കാനൊന്നും പറ്റില്ല സത്യം പറയാച്ചെങ്കിൽ. പണികളൊക്കെ കഴിഞ്ഞ് ആകെ ക്ഷീണിച്ച് കുളിച്ച് കഴിയുമ്പോഴേക്കും അപ്പം എന്തെങ്കിലുമൊക്കെ അടുത്തത് പുറത്തു പോകാണ്ടാവും. കാരണം എന്തെങ്കിലും ഫോൺ ഇപ്പൊ ഈ കുറച്ച് ദിവസമായിട്ട് ഫോണ് അത് ഇതൊക്കെ ആയിട്ടുള്ള ഓട്ടന്നെയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവും. അപ്പൊ ആദർശയുടെ പോകുമ്പോൾ ആദർശയുടെ ഒറ്റയ്ക്ക് പോകണ്ടേ, അപ്പൊ എന്നെയും വിളിക്കും, അപ്പൊ ഞാനും പോകും. അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോൾ രാത്രിയാവും. അങ്ങനെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഫുള്ള് ഓട്ടപ്പാച്ചിലാണ് കേട്ടോ എനിക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെ പോകുന്നപ്പോൾ കുറെ പേര് നമ്മുടെ അടുത്ത് നമ്മുടെ മെയിൽ ഐ ഡി പോയപ്പോൾ കുറേ പേര് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുക. അതിൽ തന്നെ ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ് കേട്ടോ. കാരണം ഇൻസ്റ്റാഗ്രാമില് എനിക്കറിയാത്ത കുറേ പേര് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് കാണാറുണ്ട്. എന്താടാ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ചേച്ചിമാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഭയങ്കര സന്തോഷം. നമ്മുടെ മെയിൽ ഐ ഡി കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് പകുതി ജീവൻ വെച്ച പോലെയായി കേട്ടോ. അപ്പം എന്തായാലും ഞാൻ എൻ്റെ പണിയോട് തുടരട്ടെ. ആദർശേട്ടൻ വന്നിട്ട് വേണം ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഷോക്കേസിന് ഏതാണ്ടൊക്കെ ഈ ഭാഗത്ത് തുടച്ചു. ഞാൻ അടിഭാഗത്ത് കുറച്ച് മരുന്നിൻ്റെ കടലാസ് അതൊക്കെ ആദർശേട്ടൻ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ. ഞാൻ വീട് പാകം ഒന്നായിട്ടോ എടുക്കുന്നത്. ഇനി ഇവിടെ നിന്നൊക്കെ നമുക്ക് ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്ത് വരണം കേട്ടോ. ഇനി സോക്കേഴ്സ് ഞാൻ സെറ്റാക്കി. സോക്കേഴ്സ് ഞാൻ എല്ലാം തുടച്ച് പൊടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കേട്ടോ. സോക്കേഴ്സിൽ നമ്മുടെ ഫോട്ടോസ് തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ. നമ്മളെല്ലാവരും ദൃശ്യേച്ചി, അല്ലൂട്ടൻ, തുമ്പി, ഞാൻ, ആദർശേട്ടൻ്റെ കുറച്ച് മുന്നത്തെ ഫോട്ടോ കണ്ടു. ഇങ്ങനെ ഉണ്ടായിരുന്ന ആദർശേട്ടനാണ് ഗൈസ്. അത് ദൃശ്യേച്ചിലുണ്ട്. ദൃശ്യേച്ചി ഞാൻ കാണിച്ചു തരാം. അതായി നിൽക്കുന്നത് ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സോക്കേഴ്സിൽ. നമ്മുടെ വീട്ടിലിപ്പോൾ ഇനി നമുക്ക് അർജന്റായിട്ട് വേണ്ടത് ഒരു TV സ്റ്റാൻഡാണ്. ഇതിങ്ങനെ അത് വേഗം നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും കേട്ടോ. ഇതിങ്ങനെ ഈ കസാരയുടെ മുകളിലാണ് വൈഫൈയുടെ ബോർഡും പിന്നെ ടിവിയുടെ ഓരോ ബോർഡ് വെച്ചേക്കുന്നത്. അതിൻ്റെ മുകളിൽ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് ആകെ വൃത്തികേടാക്കും. ഞാൻ തുറന്നിട്ട് കേട്ടോ. ഇതിലേക്ക് നിറച്ച് പൊടിയുണ്ട്. ഇവിടുത്തെ ഞങ്ങളുടെ റൂം പണി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ജനലില്ലേ അതിൻ്റെ അങ്ങനെ ഒരു ഒറ്റ കമ്പിയാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡില് ഫ്രണ്ട് സൈഡില് മറ്റേ ഒറ്റ കമ്പി ആയിട്ടും പിന്നെ ഇപ്പുറത്തെ സൈഡില് പിന്നെ മുകൾ വശം എന്തോ പൊളിച്ചിട്ടല്ലേ വെട്ടുണ്ടാക്കിയത്. അപ്പോൾ പണ്ടത്തെ ഒരു ജനല വെച്ചേക്കണേ അതും അതുപോലെ തന്നെ ഈ സംഭവം തുടയ്ക്കാൻ നല്ല പാടാണ്. കാരണം ഓരോ കമ്പീൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കൈയിട്ട് ഇങ്ങനെ തുടയ്ക്കണം. മറ്റേന്ന് വെച്ചാൽ ഒറ്റ ഇതിലിങ്ങനെ തുടയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്.
ഇത് പിന്നെ മറ്റേത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതല്ല വേറെ പണ്ടത്തെ മോഡലില്ലേ, കുറെ കമ്പിയൊക്കെ വളഞ്ഞ് തിരിഞ്ഞ് പൂവൊക്കെ ഉള്ള പോലെ. അത് ക്ലീനാക്കാൻ കുറച്ച് പണിയാ. ഇതും ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഓരോന്നിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കൈവിട്ടിട്ടേ തുറക്കാനല്ലോ. എനിക്ക് ഓൾറെഡി പൊടി ഭയങ്കര അലർജിയാണ്. എനിക്ക് അറിഞ്ഞുകൂടി എന്താവും എൻ്റെ അവസ്ഥ കേട്ടോ. രാത്രിയൊക്കെ AC ഇട്ടാൽ ഞാൻ പിന്നെ തുമ്മിയോണ്ട് നിൽക്കും. ഇനിയിപ്പോ പൊടി ഇപ്പൊ സോക്കേഴ്സ് നിറച്ച് പൊടിയാണെന്നോ, അതൊക്കെ പഠിച്ചിട്ടുമ്പോ വലിയ സീനില്ല. അതുകൊണ്ടാണ് അത്ര ധൈര്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ തുമ്മല് സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് നിർത്താൻ പറ്റില്ല കേട്ടോ. ഭയങ്കര പ്രശ്നമാണ്. പിന്നെ തലവേദനയാവും, മുഖക്കാകെ വീങ്ങി വീർത്ത് ഒരുമാതിരി കോലാവും ഞാൻ. ചന്ദനത്തിൽ കുത്തിക്കുന്ന പാത്രത്തിൽ ഒരു ഫുള്ളായിരിക്കണം. ആക്ച്വലി ജിമ്മിൽ പോയിട്ടില്ല, ഒടുക്കത്തെ വേദനയാണ്. കൈയിൻ്റെ ഷോൾഡറും പിന്നെ ഓരോ മസിൽസൊക്കെ നല്ല വേദന, സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട്. ഗൈസ്, നമ്മളിങ്ങനെ ചായ കുടിക്കാൻ പോവാണ്. പത്തിരിയും അതുപോലെ തന്നെ പാർട്സിൻ്റെ കറിയാണ് കേട്ടോ. സംഭവം നല്ല രസമുണ്ട്. ഞാൻ തട്ടിയിട്ടാണ്. നമ്മൾ ചായ കുടിക്കട്ടോ, വേഗം പിടിക്കും. ഞാൻ ചായ കുടിക്കട്ടെ. നമുക്ക് ഇനി ഇരിക്കാനൊന്നും സമയമില്ല, കുറേ പണികളുണ്ട്. ജിമ്മിൽ പോകണം. ജിമ്മിന് ഇനി 10:30 ആകുമ്പോഴോ എന്താക്കുന്ന ഫോക്കസ് മാത്രമല്ല എനിക്ക് കഴിഞ്ഞു. കുഴപ്പമില്ല, അപ്പൊ ചായ കൂടി ഒക്കെ കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇവിടെ തേങ്ങ പൊളിക്കാൻ പാപ്പം വന്നിട്ടുണ്ട്. അപ്പൊ ആദർശേട്ടൻ പാപ്പൻ്റെ അടുത്താണ് കേട്ടോ. അപ്പൊ ഇനിയും പണികളുണ്ട് ഗൈസ്. ഇനിയിപ്പോ ഞാൻ വിചാരിച്ചത് വൈകിട്ട് ജിമ്മിന് പോവാന്നാ. എൻ്റെ മുഖമൊക്കെ ആകെ എന്തോ പോലെ ഉണ്ടാവും. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. കാരണം ഒന്നും കണ്ണാടി പോയി ഞാൻ നോക്കിയില്ലായിരുന്നില്ല. രാവിലെ എനിക്ക് വന്ന ഒരു ഇപ്പോൾ സമയം 9:30 ആയി. പിന്നെ നമുക്ക് ഭംഗി നോക്കി നിന്നിട്ടൊരു കാര്യമില്ല. ഈ പൊടിയിലും ഇതൊക്കെ നിൽക്കുന്ന സമയത്ത് അങ്ങനെയാണല്ലോ. അതൊക്കെ വിട്. പിന്നെ ആദർശേട്ടൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ പോണ ടൈമിൽ തന്നെ ജിമ്മിന് പോകണം എന്നാണ്. ഞാൻ വിചാരിച്ചത് വൈകിട്ട് അവിടെ ഫുൾ ടൈം ജിമ്മുണ്ട്. രാവിലെ തൊട്ടിട്ട് രാത്രി ഒരു ജിമ്മുണ്ട്, കോച്ചും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു 12:30 തൊട്ടിട്ട് 4:30 വരെ 4 മണി വരെ ഗേൾസിൻ്റെ മാത്രമാണ്. അപ്പോൾ ആദർശേട്ടൻ ഓൾറെഡി ഇന്ന് തീരെ വയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നെ വൈകിട്ട് എന്ന് വെച്ചാൽ 3 മണിക്ക് പോയിട്ട് 4 മണിക്ക് ആകുമ്പോൾ ഇറങ്ങാം, അല്ലെങ്കിൽ 4:30 ആകുമ്പോൾ ഇറങ്ങാന്നുള്ള രീതിക്ക് ആക്കി തീരെ വെച്ചപ്പോൾ അതിന് സമ്മതിക്കുന്നില്ല. ഒരുമിച്ച് എല്ലാ ദിവസവും പോണ സമയത്ത് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ പോയാൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. കാരണം ജിമ്മിൽ പോയി വന്നു കഴിഞ്ഞ ദിവസങ്ങൾക്ക് പിന്നെ തീരെ വയ്ക്കില്ല. ആകെ ടയർഡാവും. പിന്നെ എനിക്കൊരു പണി എടുക്കാന്ന് വെച്ചാൽ തീരെ ശരീരം സമ്മതിക്കില്ല. കാരണം നമുക്ക് ആകെ എടുക്കണം എന്നൊക്കെ തോന്നുക. ജിമ്മ് കഴിഞ്ഞ് വന്ന ആ സമയത്ത് ഇതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ കൊണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ മാക്സിമം ഒന്ന് പറഞ്ഞു നോക്കട്ടെ. അപ്പോഴേക്കും ഞാൻ പോണ സമയം കൊണ്ട് ഞാൻ വേഗം ഒന്നും ഇവിടേക്ക് പറ്റാവുന്ന രീതിക്ക് ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ. എന്തായാലും ഇറങ്ങി തിരിച്ചു. രാവിലെ ആകുമ്പോൾ വെറുതെ തോന്നിയതാണ് ഇങ്ങനെ ഒന്ന് ഫുൾ ക്ലീൻ ചെയ്താലോ എന്ന്. അപ്പോൾ എന്തായാലും ഇറങ്ങി തിരിച്ചു. എന്തായാലും എനിക്ക് പകുതിക്ക് വെച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിക്ക് ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ. ഗൈസ്, അപ്പോൾ ആമിക്ക് ഫുഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ ആമിക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഞാൻ ഒന്ന് വേവിച്ച് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ആദർശനം കൊടുത്തോളൂ. ഇത് വേവിച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പം അതൊന്ന് ഞാൻ വേഗം സെറ്റാക്കട്ടെ കേട്ടോ. പിന്നെ ഞാൻ നേരെ ഹോളിലേക്ക് മാറാഞ്ഞ് തട്ടാൻ വേണ്ടി നിന്നു. നിറച്ചേ മാറാഞ്ഞ ഉണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് പൊടി ഉണ്ടാവില്ല, ഇങ്ങനെ ഒരുമാതിരി വൃത്തിയായിട്ട് പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ വേഗം തോണ്ടടിച്ചു. എനിക്കാണെങ്കിൽ ഈ പൊടി ഒന്നും എനിക്ക് പറ്റില്ല. പെട്ടെന്ന് അലർജിയുടെ ഇഷ്യൂ ഉണ്ട്. പിന്നെ നമ്മൾ വീട് വൃത്തിയായിട്ട് കിടക്കണ്ടല്ലോ. ഞാൻ രാവിലെ വെറുതെ ഒരു ഇതിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ആ രീതിക്ക് ഞാൻ വേഗതയെ ക്ലീൻ ചെയ്യാൻ നിന്നു കേട്ടോ. വീടാകുമ്പോൾ കുറേ ഹോം ഡെക്കറൊക്കെ വേണം. പക്ഷെ എന്തെങ്കിലും കൂട്ടിയിട്ട് അതിൽ നിറച്ച് പൊടി പിടിക്കും ഗൈസ്. അതിങ്ങനെ ഓരോന്നിങ്ങനെ ഇട്ട് തുടച്ച്, അതുപോലെ ഫോട്ടോ ഫ്രെയിംസ് അതിലൊക്കെ ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം തുടച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ്റെ ഇടയിൽ ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ ആദർശേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വയ്യാതെയാവും. എന്ന് വെച്ചാൽ വയ്യാതെയാവും മീൻസ് പനി വരും, ജലദോഷം, അങ്ങനെ ചെറിയ വയ്യാതെ വന്ന ആദർശേട്ടൻ പെട്ടെന്ന് സൈഡാവും. എന്നെ പോലെ തന്നെയാണ് കേട്ടോ. ചെറുതെന്തെങ്കിലും അടുത്തുകൂടെ പോയി വെച്ചാൽ പിന്നെ നമ്മൾ തളർന്നു പോകും.
ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണ ആൽബം. നല്ല വലിപ്പമുണ്ട്. ഇത് എവിടെയും വെക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഇപ്പോൾ. ഇതിപ്പോൾ അടുത്തായിട്ട് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ എവിടെയും വെക്കണം, റൂമിൽ വെക്കാൻ തൈ പോലും സ്പേസ് ഇല്ല. പിന്നെ ഇത് എവിടെ വെക്കുന്നതാണ് ഇപ്പോൾ ആകെയുള്ള കൺഫ്യൂഷൻ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ 2 ഫോട്ടോസൊക്കെ അവർ ഫ്രെയിം ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ എവിടെ വെക്കാൻ എനിക്ക് ഒരു പിടുത്തൂല. കുറേ വേസ്റ്റ് ഉണ്ട് ഈ റൂമിൽ. കുറേ നമ്മൾ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചിട്ടേ നേരെ കൊണ്ടിട്ടിട്ട് അതിൻ്റെ കുറേ വേസ്റ്റ്. എന്തായാലും ഇവിടെ ഫുള്ളൊന്നും വൃത്തിയാക്കാതെ ഒരു രക്ഷയില്ല. പിന്നെ കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്നു. ഈ ഒരു റൂമും അതുപോലെ തന്നെ അപ്സ്റ്റെയറിൽ നമ്മുടെ ആമി കിടന്നായിരുന്ന സ്ഥലം, പിന്നെ കുറച്ച് തുണികളും അടക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു എൻ്റെ മനസ്സിൽ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. റൂമിലാച്ചൊക്കെ നിറച്ച് പൊടി. പിന്നെ നമ്മൾ വിഷുവിൻ്റെ ഡ്രസ്സുകളൊക്കെ, വിഷുവിന് കുറേ ഡ്രസ്സുകൾ കൊണ്ടുവന്നിട്ട് ഇത് ആരും യൂസ് ചെയ്യാറില്ല. അപ്പോൾ എല്ലാം കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഡംപ് ചെയ്തിടും. അപ്പോൾ അതിൻ്റെ പേർപ്പസ് കാര്യങ്ങൾ പിന്നെ ഇതിലായാച്ചെങ്കിലും നിറച്ച് പൊടി ഇത് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സൈഡിൽ ഞാൻ എല്ലാം അടിച്ചു കൂട്ടിയൊക്കെ ഹാളിലേക്ക് എത്തിച്ചു വെച്ചു. അപ്പോൾ ഹാളിലെത്തിയപ്പോൾ നിറച്ച് പേപ്പറും കാര്യങ്ങളും കുറേ ഇതൊക്കെ ഞാൻ ഈ കവറിൽ ഇങ്ങനെ കുത്തിത്തിരികി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതേ പണിയോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വയ്യാതെ തുമ്മൽ തുടങ്ങി. അപ്പോൾ പൊടിയുടെ അലർജി ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തുമ്മി സൈഡായി തുടങ്ങി. ഈ റൂമിൻ്റെ ഒതുക്കുമ്പോഴേക്കും എൻ്റെ പകുതി ഇത് പോയി. അതിൻ്റെ ഉള്ളിൽ നിറച്ച് കുറേ നാളായി ആ റൂം ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ തുണികൾ തിരുമ്പി ഇത് കൊണ്ടിടും. അങ്ങനെ പിന്നെ കുറേ ഇപ്പോൾ വിഷു കഴിഞ്ഞതിൻ്റെ കേട്ടോ. വിഷു കഴിഞ്ഞതിൻ്റെ ഒരുപാട് കവറോളും അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൊടി തട്ടിയൊക്കെ എടുത്ത് കളഞ്ഞ് ഒക്കെ ഒന്ന് സെറ്റാക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ കിളി പോയിട്ടുണ്ട്. ഇപ്പോൾ ഹോളും കൂടി ഒന്ന് സെറ്റാക്കണം. പിന്നെ അടുക്കള, പിന്നെ നമ്മുടെ ഡൈനിങ് ഏരിയ ഒക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഞാൻ വേഗം പണികൾ തീർക്കട്ടെ കേട്ടോ. പിന്നെ ഒരു കൊറിയർ എടുക്കാൻ പോവാണ്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാണ്ട് അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ജിമ്മിന് പോകണ കാരണം എനിക്ക് ഒന്നും സമയം കിട്ടാറില്ല. പിന്നെ മുന്നത്തെ പുല്ല് വൃത്തിയാക്കാണ്ട്. അപ്പോൾ എല്ലാം കൂടി പെട്ടെന്ന് ഞാൻ അങ്ങനെ ഇരുന്ന് പോവും. അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങനെ ഇരുന്നത് തലയഞ്ചപ്പോൾ. അപ്പോൾ എനിക്ക് ഇവിടുന്ന് എനിക്കാൻ മടിയാവുന്നു. ഇപ്പം ഇനി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ വേഗം ഇഞ്ചിട്ട് എൻ്റെ ബാക്കിയുള്ള പണികൾ നോക്കട്ടെ. ഹോളത്തെ ഏതാണ്ട് ഇതൊക്കെ ഞാൻ അങ്ങോട്ട് തുടച്ചെടുത്തു കേട്ടോ. ഇനി ഈ ഒരു ഡൈനിങ് ഏരിയയും കൂടിയാണ് ഞാൻ വൃത്തിയാക്കാനുള്ളത്. പിന്നെ അമ്മയുടെ പോകുമ്പോൾ അമ്മ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടാ. ഗൈസ് അങ്ങനെ ഹോള് ഫുള്ള് ഞാൻ ക്ലീൻ ആക്കി അടിച്ചെടുത്തു. അവിടെ കുറേ കടലാസുകളൊക്കെ എടുക്കുന്നുണ്ടില്ല. അതൊക്കെ ക്ലീൻ ചെയ്ത് ഇനി തുടയ്ക്കാം. പിന്നെ നമുക്ക് ഇനി ഇത് ഡൈനിങ് ഏരിയ ഈ ഒരു ഭാഗമാണ് ക്ലീൻ ചെയ്യാറ് കേട്ടോ. പിന്നെ പൊന്നൊക്കെ നിറച്ച് പൊടി പിടിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ ഉത്സവത്തിന്റെ ടൈമിൽ അമ്മ ഫുള്ള് വൃത്തിയാക്കിയില്ലായിരുന്നു. കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ മറ്റേ പ്രഗ്നന്റ് ഒക്കെ ആയിട്ട് അവിടെ ആയിരുന്നല്ലോ. അപ്പൊ ഫുള്ള് അമ്മ ക്ലീൻ ചെയ്തതായിരുന്നു. എന്നാലും ഇപ്പൊ കുറച്ച് ഒരു മാസമൊക്കെ കഴിഞ്ഞില്ലേ, നിറച്ച് പൊടിയായിട്ടുണ്ട്. നല്ല വൃത്തിയോടായിട്ട് എടുക്കുന്നത്. അപ്പൊ അത് ക്ലീൻ ചെയ്യാം. പിന്നെ അമ്മയ്ക്കെന്ന് വെച്ചാലേ അമ്മ രാവിലെ പോവും. രാവിലെ 8:15 പോവും. പിന്നെ വരുമ്പോ 7 മണിയാവും കേട്ടോ. പിന്നെ ആ സമയം വന്നു കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ നേരെ ഫുഡ് അടിക്കാതെ എടുക്കുക ആ ഒരു ലെവലിലേക്കാവും. അത് കാരണം അമ്മയ്ക്കും ടോട്ടലി ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റാതെ. പിന്നെ ഞായറാഴ്ച അമ്മ പറ്റാവുന്ന രീതിക്ക് അമ്മ അമ്മയുടെ രീതിക്കൊക്കെ ഇറങ്ങി വൃത്തിയാക്കും കേട്ടോ. ചെലത തുറന്ന് വൃത്തിയാക്കണം. അയ്യോ പൊറുക്കാൻ കിട്ടുന്നില്ല. ഇതൊക്കെ ഞാൻ വെച്ചതായിരുന്നു. അതിൽ നിറച്ചിങ്ങനെ വിരിഞ്ഞ് നിൽക്കണ പോലത്തെ ഒരു ചെടി ഉണ്ടായിരുന്നു. കുറേ നാള് നിന്നു, 1 വർഷത്തോളൊക്കെ നിന്നു. പിന്നെ അത് വാടിപ്പോയി. ഇനി ദൃശ്യേച്ചിനോട് കൊടുക്കുന്ന ഉഷമ്മ വളർത്തുന്ന ചെടിയായിരുന്നു. അപ്പൊ ഇനി അവിടെ പോകുമ്പോ ഇനി അത് പൊടിച്ചു കൊണ്ടുവരണം. പിന്നെ ഈ ചെടിയിലത്തെ വെള്ളമൊക്കെ ഞാൻ മാറ്റിയിട്ടോ. കാരണം അതിലിങ്ങനെ ഒരു തരം പച്ച കളറൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറ്റി അതൊക്കെ ക്ലീൻ ചെയ്തു കുപ്പി ഫുള്ള് തുടച്ച് വെച്ചു കേട്ടോ. ഇവിടെയൊക്കെ എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ ഇത്ര പെട്ടെന്ന് പൊടികൾ കയറുന്നത്. കാരണം കുറച്ച് മുന്നേ ഉത്സവത്തിന് അമ്മ ഫുള്ള് ക്ലീൻ ചെയ്തൊരു സ്ഥലമാണ് കേട്ടോ. ഇപ്പം അതേപോലെ പൊടി പിടിച്ചത് അറിഞ്ഞിട്ടുണ്ട്. കുറച്ച് പുതപ്പോളും കൂടി ഉണ്ട് നമുക്ക് ഇനി വാഷിംഗ് മെഷീനിൽ ഇടാൻ വേണ്ടിയിട്ട്. അത് ഞാൻ വേഗം ഇടാമെന്ന് വിചാരിച്ചു. കാരണം നല്ല വെയിലുണ്ട്, ഉണങ്ങി കിട്ടും. പിന്നെ പുറത്തത്തെ ചെടി നടന്നോടത്തെ പുല്ല് കുറച്ച് പറിക്കാണ്ട്. ഇപ്പം ആ ഭാഗത്ത് നല്ല തണലുണ്ട്. അപ്പോൾ അകത്ത് ഏതാണ്ടൊക്കെ ഒതുങ്ങി ഇനി അടുക്കള മാത്രമേ ഉള്ളൂ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു
ഇത് ബെഡ്ഷീറ്റ് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വേഗം ആ ഭാഗത്തെ പുല്ലൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പം ഞാൻ അത് വേഗം ചെയ്യട്ടെ കേട്ടോ. ഇനിയിപ്പോൾ അകത്ത് പണി എന്ന് പറഞ്ഞ് തുടയ്ക്കലൊക്കെ കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം മുറ്റത്ത് പുല്ല് നിൽക്കുന്നത്. അപ്പം ഞാൻ മറ്റേ കൈക്കോട്ടും കൊട്ട എടുത്തിട്ടുണ്ട്. അപ്പം ആ സൈഡിൽ തീരെ വെയിലില്ല. അപ്പോൾ ഇനി അകത്ത് പണിയിൽ നമുക്ക് പിന്നെയും ചെയ്യാമല്ലോ. അവിടെ വെയിലുണ്ടോ മഴയുണ്ടോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ തുടയ്ക്കുക, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുക, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുക്കളയൊന്നും വൃത്തിയാക്കുക, അത്രേ ഉള്ളൂ. കണ്ടോ കാണിച്ചാലേ ഈ ഒരു ഭാഗത്ത് വെയിലില്ല. അപ്പം ഞാൻ ഇവിടെ ക്ലീൻ ചെയ്യട്ടെ. അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ചെടി നിറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വൃത്തിയില്ല, ആകെ പുല്ല് ഇതായ പോലെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വേഗം ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. ഈ ഒരു ഭാഗം എത്ര ക്ലീൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം പെട്ടെന്ന് ഈ ചെറിയ പുല്ലുകൾ ഇങ്ങനെ മുളച്ച് വരും. അപ്പോൾ അതൊക്കെ ഞാൻ കൈക്കോട്ടോണ്ട് കളച്ചിട്ട് ഇതുപോലെ ഒരു ചട്ടിയിൽ എടുക്കും, എന്നിട്ട് അത് അപ്പുറത്ത് കൊണ്ടുപോയി കൊട്ടും. കാരണം ഈ സംഭവം നല്ല വെയിറ്റ് ഉണ്ട് കൈസ്. ഞാൻ ഇത് ഫുള്ളായിട്ട് പോരണമെങ്കിൽ ഈ മണ്ണും കൂടി ഇങ്ങനെ ചെത്തിയെടുക്കണം, എന്നാലേ വൃത്തിയിൽ നിൽക്കുന്നുള്ളൂ. അതായത് പുല്ല് മാത്രം പറിക്കാൻ ചെങ്കിൽ ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് കുറേ നേരം കഷ്ടപ്പെട്ടിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ അവിടുത്തെ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ക്ലീനാക്കി, ഫുള്ള് ക്ലീനാക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും നല്ല വെയിലായി തുടങ്ങി. ഇനി ഈ കുറച്ച് പോർഷനും കൂടി ഉണ്ട്. ബാക്കി ഫ്രണ്ട് വശമൊക്കെ ഞാൻ ഫുള്ള് ക്ലീനാക്കി. ഇനി നമുക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട്. എന്നിട്ട് ഇനി കുളിക്കണം. അപ്പോൾ ആകെ ബസന്തി കോലായിട്ടുണ്ട് ഞാൻ. ഇനി കുളിക്കണം, ബെഡ്ഷീറ്റൊന്നും തുടയ്ക്കാം. അങ്ങനെ കുറച്ച് പണികൾ അതൊക്കെ ഒന്ന് വേഗം സെറ്റാക്കണം. രാവിലെ നമുക്ക് ചിക്കൻ കറി ഇന്നലെ രാത്രി വെച്ചപ്പോഴും നമ്മൾ ചായക്ക് പത്തിരിയുടെ ഒപ്പം കൂട്ടി. അപ്പോൾ ഉച്ചയ്ക്ക് പിന്നെ സത്യം പറയാച്ചെങ്കിൽ ചിക്കൻ ഇരിക്കുന്നുണ്ട്, മീനും ഇരിക്കുന്നുണ്ട്, കറി വെക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ പണികൾ നിന്നപ്പോഴേ ഓരോരോ പണികളായിട്ട് എടുത്തിട്ട് അങ്ങനെ നേരെ പോയപ്പോൾ സമയം 2 മണിയായിട്ടോ. അപ്പോൾ ആദർശനെ വിശക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ തട്ടിക്കൂട്ടിയിട്ട് വേഗം ഒരു ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ളി ചമ്മന്തി വെറുതെ മുളകും പൊടിയും ഉപ്പും ഇട്ടിട്ട് കുഴച്ച്, ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമാണത്. അപ്പോൾ അതുണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ വേഗം സെറ്റാക്കട്ടെ കേട്ടോ. ഞാൻ കുറച്ച് മീനും പൊരിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ മീനിക്കുള്ള മസാല ഒന്ന് സെറ്റാക്കട്ടെ. നല്ല ജിമ്മ് കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങിച്ച മീനാണ് കേട്ടോ. നമുക്കത് വേഗം ഒന്ന് ഉപ്പും മുളകൊക്കെ തിരുമ്പി വറുക്കാം. ഇവിടെയൊക്കെ ഞാൻ അടിച്ചൊരു തുടയ്ക്കുകയാണ്. അത് കുറച്ച് പണികളുണ്ട്. മീൻ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ഇടുന്നില്ല. ജസ്റ്റ് മുളകും പൊടിയും ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെറുതെ തിരുമ്പിയിട്ട് അങ്ങനെ ഇതാക്കപ്പോൾ സമയമില്ല നമുക്ക്. ഉള്ളിയൊന്നും നന്നാക്കാൻ സത്യം പറയാൻ സമയമില്ല. പിന്നെ ഞാൻ വേഗം മീനിൽ ഉപ്പും മുളകും പൊടിയും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെറുതെ വേഗം ഇങ്ങനെ കൂട്ടി തിരുമ്പിയിട്ട് വറുക്കാൻ വിചാരിച്ചു കേട്ടോ. കാരണം ഒന്നും ചെയ്യാനുള്ള സമയമില്ല കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ പരന്നെടുക്കണ്ടായിരുന്നു, അതൊക്കെ വേഗം കഴുകി വെച്ചു. അങ്ങനെ ഇതാ ഞാൻ തട്ടിക്കൂട്ടിയൊരു ചമ്മന്തിയും അതുപോലെ തന്നെ ഒരു മീൻ വറുത്തതും ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. സമയം നോക്ക് 2:45 തുടങ്ങി. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ക്ലീനിങ്ങിലേക്കാണ് ഞാൻ കിടുന്നത്. അപ്പോൾ എന്തായാലും ഒന്നും പകുതിക്ക് വെച്ച് നിർത്തണത് മോശമല്ലേ. അപ്പോൾ എന്തായാലും കംപ്ലീറ്റ് ആക്കണം. ഇനിയിപ്പോൾ അധികം പണികളൊന്നുമില്ല. അടിച്ചോരിയിലാണ് ഒന്നുകൂടി ജസ്റ്റ് പൊടിയൊക്കെ ഉണ്ടാകുന്ന അടിച്ചോരിയ തുടക്കി അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ആദർശമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ വന്നിട്ട് എന്തൊക്കെ ഫുഡ് കഴിക്കണം ഗൈസ്. ഇനി ഇവിടെ ബെഡ്ഷീറ്റൊക്കെ വിരിക്കണം, ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കണ കറികൾക്ക് ഭയങ്കര ടേസ്റ്റ് ആവും. അത് കാരണം നല്ല രീതിക്ക് ഫുഡ് കഴിച്ചു. ചമ്മന്തിയും പിന്നെ മറ്റേ കുഞ്ഞിമീണ്ടല്ലോ അത് വറുത്തതായിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, എൻ്റെ മുഖമൊക്കെ ആകെ ബസന്തി ലുക്കാണ്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് കമൻറ്റ് വരും, എന്തായാലും എനിക്ക് കമൻറ്റ് വരും എന്ത് കോലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. വീട്ടിൽ നമ്മൾ പൊതുവെ നിങ്ങളെങ്ങനെയാണ് വീട്ടിൽ ഇമാതിരി പണികൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ രൂപ ഉണ്ടാവുക, അതേപോലെ തന്നെ എന്നെയും നിങ്ങൾ വിചാരിക്കണം കേട്ടോ. ഞാൻ വീഡിയോ എടുക്കേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. പുറത്ത് പോകുമ്പോൾ ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് നോർമൽ അങ്ങനെ പോകും. അല്ലാതെ വീട്ടിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ തന്നെയാണ് നിൽക്കാറ്.
ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. സംഭവം കിങ് സൈസ് ആണ്, ഇതിന് തീരെ സ്യൂട്ട് ആവില്ല. എങ്കിലും കൂടിയിട്ട് ഞാൻ കുറച്ചങ്ങനെ കഷ്ടി ഇങ്ങനെ മടക്കി സെറ്റ് ചെയ്ത് ഉള്ളിൽ ചുരുട്ടി കൂട്ടി വെച്ചു കേട്ടോ. അപ്പോൾ ഏറെക്കുറെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്ന് വൃത്തിയാക്കാനുള്ള ഇടയ്ക്ക് 100 വിളി വരും. ഒരാളവിടെ ഒരു പണി തുടങ്ങിയിട്ടുണ്ട്. കാണാനില്ലല്ലോ. പിന്നെ മീനെ തൽക്കാലം ഒരു കൂട്ടിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ആഞ്ഞാല് എന്തോ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഒരു 100 വിളി വിളിച്ചിട്ടുണ്ട്. അത് താഴ്ത്തിക്കിറങ്ങുന്ന കയറുന്നു. ഈ മോളും കൂടി നിൽക്കുന്ന വൃത്തിയാക്കാണ്ട്. മോള് കുറച്ച് ഇതായിട്ടൊക്കെ എടുക്കുന്നത്. കാരണം അവിടെ ആമീനൊക്കെ എടുത്തിട്ട് അപ്പുറത്തെ ബാൽക്കണി ഉണ്ട്, അത് ക്ലീൻ ആക്കിയില്ല. അതൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി കയറിയതാ ഞാൻ. ഈ മോളും കൂടി തുടയ്ക്കാം. ഞാൻ ബക്കറ്റിൽ വെള്ളം പിടിച്ചിങ്ങ് നോക്കി പോട്ടെ. വലിയ കൈ സത്യം പറയാനോ സൈഡായി പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാനാണ് എനിക്ക് കുറച്ച് ഭ്രാന്ത് പിടിച്ചത്. കാരണം നമ്മൾ ഉപയോഗിക്കാത്ത തലോണ, അതുപോലെ തന്നെ സ്വെറ്റർ, പിന്നെ അല്ലറ ചില്ലറ ബാഗ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടായി. അതൊക്കെ ഒന്ന് ഇതാക്കണം. പിന്നെ നമ്മുടെ ആദർശേട്ടൻ്റെ ഷർട്ട് ഹാങ് ചെയ്തിരുന്ന ഒരു സംഭവമുണ്ട്, അതിൻ്റെ അടിയിലൊക്കെ നിറച്ച് പൊടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് കൊട്ടി വൃത്തിയാക്കണം. പിന്നെ ഇവിടെ നമ്മുടെ ആമീനെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഏരിയ അത്രയും വൃത്തിയായിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത്. കാരണം ഇവള് മൂത്രം ഒഴിച്ചിട്ട് ആ മൂത്രമൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് വറ്റി വരണ്ട് അങ്ങനെ ആകെ വൃത്തിയായിട്ട്. പിന്നെ കുറേ പേപ്പറുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇവിടുന്ന് എല്ലാം കോരും, എന്നിട്ട് അപ്പുറത്തേക്ക് ഇടും, എന്നിട്ട് പുറത്തേക്ക് ഇടും, എന്നിട്ട് അവിടുന്ന് ആദർശേട്ടനെ കൊണ്ടുപോയി കത്തിക്കും. അങ്ങനെയാണ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബാത്റൂമിൽ നിന്ന് വെള്ളമൊക്കെ പിടിച്ച് വന്നത് ഫുള്ള് അവിടെ വെള്ളമൊക്കെ ഒഴിച്ച് ഉരച്ച് ഷാമ്പൊക്കെ ഇട്ട് ഫുള്ള് കഴുകി വൃത്തിയാക്കി കേട്ടോ. ഈ ഒരു ഏരിയ പുല്ല് ഞാൻ ഫുൾ ടൈം ഇവിടെ വന്നിരിക്കാനൊരു ഇതായിരുന്നു. പിന്നെ ഇപ്പോൾ കുറേ നാൾ വീട്ടിലൊക്കെ പോയി തീരെ ഉപയോഗിക്കാതെയായി. അയ്യോ, സമയം ഇപ്പോൾ 6 മണിയായിട്ടോ. എനിക്ക് അറിഞ്ഞൂടാ, എനിക്കൊരു സമയം ഇരിക്കാൻ നേരം കിട്ടിയിട്ടില്ല. ഇന്ന് ഞാൻ ഇരുന്നിട്ടേ ഇല്ല. രാവിലെ ഒരു 8:30 തൊട്ട്, 8:30 ഇല്ല കേട്ടോ, 7:45 തൊട്ട് തുടങ്ങിയതായിരുന്നു. ചായ കുടിക്കാനും ചോറിനാനും വേണ്ടി മാത്രം ഞാൻ ഇരുന്നിട്ടുള്ളൂ. അയ്യോ, ഇപ്പോഴും അതിനിപ്പോൾ തുടയ്ക്കണം. തുടച്ച് കഴിഞ്ഞാലും കുഞ്ഞുഞ്ഞിയ പണികൾ ഇനിയും ബാക്കിയുണ്ട്. മോളൊക്കെ അടിച്ച് ഫുള്ള് കഴുകി അവിടെയൊക്കെ സെറ്റാക്കി, ഈ അച്ഛൻ്റെ റൂമൊക്കെ സെറ്റാക്കി, മാറാല തട്ടി, സോക്കേസ് ഒതുക്കി, അങ്ങനെ കുറേ പണികൾ പുല്ല് ചെത്തി അവിടെയൊക്കെ വൃത്തിയാക്കി. അതിനൊക്കെ അത്യാവശ്യം ടൈം എടുക്കണ്ടതില്ലേ, തുണിയോട് തിരുമ്പായിട്ട്. അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോൺ അങ്ങോട്ട് മാറ്റിച്ചു. വീഡിയോയും കൂടി ആകുമ്പോൾ അതിൻ്റെ പണി നടക്കില്ല ഗൈസ്. അതിനിടയിൽ ആദർശേൻ്റെ 100 വിളി ഉണ്ടാവും. ആദർശേടെ അവിടെ ആലയുടെ അവിടെയും ആമിയുടെ കൂടൊക്കെ കഴുകാനും ആമിയെ കുളിപ്പിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോൺ മുകളിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ടയേർഡാണ്. മേലും കൈയൊക്കെ നല്ല വേദനയുണ്ട്. ഇനി കുളിച്ചാൽ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. എൻ്റെ മുഖമൊക്കെ ആകെ കത്തിക്കരി വലിച്ച പോലെ ഉണ്ട് കേട്ടോ. വയ്യ കേസ്. ഇനി തുടങ്ങി കൂടി കഴിഞ്ഞാൽ എൻ്റെ പരിപാടി അവസാനിപ്പിക്കാൻ പോകാൻ മതിയായി എനിക്ക് ക്ലീനിങ്. അപ്പം അമ്പലത്തിലൊക്കെ പാട്ട് വെച്ച് ആദർശേട്ടൻ തേങ്ങ പുളിക്കുന്ന പാപ്പം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോയേക്കട്ടെ. പിന്നെ ഒരു കൊറിയറും ഉണ്ട്, അത് കുന്നമംഗലത്താണ് വന്നേക്കുന്നത്, അത് എടുക്കണം. അപ്പം അതിനൊക്കെ വേണ്ടി പോയേക്കാണ്. എനിക്ക് എൻ്റെ പണി ഇതായും വയ്യ, സത്യം ശരിക്കും വയ്യ. ഇനിയിപ്പോൾ അടിച്ചോ കഴിഞ്ഞു. ഇനി തുടയ്ക്കണം. മോള് അപ്സ്റ്റെയർ ഏതാണ്ടൊക്കെ സെറ്റായി. ആ പൊടി പിടിച്ച ഭാഗമൊക്കെ ഫുള്ള് വൃത്തിയാക്കി. ഇനി സോഫയമ്മ കുറച്ച് ഇതൊക്കെ ഇരിക്കുന്നുണ്ട്, തുണികളൊക്കെ മടക്കി വെച്ചു. പിന്നെ കുറച്ച് ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കേണ്ട കുറച്ച് ഐറ്റംസ് അങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. ഇനി എന്തായാലും ഞാൻ തുടയ്ക്കട്ടെ. ഞാൻ ഇരുന്നു. അങ്ങനെ എൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. തുണികളൊക്കെ അഴയുമെന്ന് കൊടുത്തു, തോരയിട്ടത്. ഇനി നേരെ പോയി കുളിക്കട്ടെ ഗൈസ്. സമയം ഇപ്പോൾ 6:30 കഴിഞ്ഞു. അടിയും തോടയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ പോയിട്ട് കുളിക്കണം. ഇപ്പം ഞാൻ വേഗം പോയി കുളിക്കട്ടെ കേട്ടോ. മീനെ കൂട്ടിലിട്ട് തന്നെ അവൾ അലമ്പാക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കൊരയാ. ഇനി ഇത് മടക്കി വയ്ക്കണം. വയ്യ. ഇതിവിടെ ഇരിക്കട്ടെ തൽക്കാലം. ഫസ്റ്റ് പോയിട്ട് ഞാൻ കുളിക്കട്ടോ. ആകെ വിയർത്ത് മുഷിഞ്ഞു പോയേക്കുന്നു.
വയറിന് കണക്ഷൻ സീനുണ്ട്, സ്വിച്ച് ഉണ്ട് ഉള്ളിലിടയിൽ, അവിടെ ഒന്നും കറക്കാവില്ല. ഹലോ, അങ്ങനെ കുറേ യുദ്ധങ്ങൾക്ക് ശേഷം ഞാൻ കിടക്കാൻ പോവാണ് കേട്ടോ. ഇന്ന് പുറത്ത് പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായി, പക്ഷേ പോകാൻ പറ്റിയില്ല. നമ്മൾ വന്ന് അമ്മയൊക്കെ വന്നു, പിന്നെ നമ്മൾ കുറേ നേരം വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്ന്, അത് കാരണം ഒന്നും നടന്നില്ല. പിന്നെ അതേ കറിയൊക്കെ വെച്ചു, ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി നമ്മൾ ഉച്ചയ്ക്ക് തന്നെ ചമ്മന്തിയും പിന്നെ മീൻ വറുത്തതും കൂടിയിട്ട് ഞാൻ കഴിച്ചത്. അപ്പോൾ ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ കറിയാക്കി വെച്ച് അങ്ങനെ ഞാൻ കിടപ്പ് സമയം 9:30 കേട്ടോ. എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ക്ഷീണമുണ്ട്, ഒന്ന് കിടന്ന് ഉറങ്ങണം. പിന്നെ ഉണ്ടല്ലോ, ഒന്നൊരു കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായി, ചൂണ്ടല് ഭാഗത്തുള്ള കുട്ടിയാന്ന് പറഞ്ഞ് എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടെ, എവിടെ നിന്നോ നമ്പറൊക്കെ തപ്പി പിടിച്ച് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ വിളിച്ച് സംസാരിച്ചില്ല കേട്ടോ. കാരണം നമ്മളതിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് അല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കുട്ടിയുടെ സംസാരിച്ചു. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ മാതിരി പണികളുടെ തിരക്കിലായിരുന്നു. ആകെ വൃത്തിയാക്കലും റെസ്റ്റ് എടുക്കാനേ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ അധികമൊന്നും പറ്റിയില്ല. ഞാൻ കുറച്ച് സമയം ഞാൻ സംസാരിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് പോയി ഉറങ്ങട്ടെ. ഇന്ന് പുറത്ത് പോകണമെന്നൊക്കെ വിചാരിച്ചത്, ആദർശനം പുറത്ത് കൊണ്ടുപോവാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ അവിയൽക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നൈസായിട്ട് കഴിക്കാനൊക്കെ വിചാരിച്ചാൽ, പക്ഷെ ഒന്നും നടന്നില്ല. മുന്നേ കേട്ടോ, ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും പണികളൊക്കെ ചെയ്താൽ അന്ന് അച്ഛൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിരും. എന്ന് വെച്ചാൽ സ്പെഷ്യലായിട്ടെന്ന് വെച്ചാൽ നമ്മൾ കളിക്കേണ്ട സാധനങ്ങൾ അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മൾ കൂടുതലായിട്ട് വീട്ടിൽ ഒതുക്കലും മടിക്കലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വരും. അപ്പോൾ അത് ഞാൻ അങ്ങനെ ആലോചിച്ചു കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് കയറി വന്നപ്പോൾ ഞാനിപ്പോൾ രാത്രി ഞാൻ ഫുഡ് കഴിക്കണില്ല, എന്തോ ഒരു അവിയൽക്ക് കുടിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യം എന്തായാലും പോകാമെന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ എനിക്കിന്ന് പോകാൻ പറ്റിയില്ല. നമ്മൾ കുറേ നേരം ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ ഇരുന്ന് പോയി. അത് കാരണം ലേറ്റായി. പിന്നെ കറി വെക്കാണ്ടായിരുന്നു, അങ്ങനെ കറിയൊക്കെ വെച്ച് ഞാൻ നേരെ മുകളിൽ കയറി. പിന്നെ രാത്രി ആകുമ്പോൾ ഫുഡ് കഴിക്കേണ്ട വെച്ചിട്ടാട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്, ഞാൻ പോട്ടെ, ബൈ.